നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഷള്ളി തന്നെ എങ്ങോട്ടേക്ക് പോകുന്നേ? എന്നിൽ നിന്ന് ഒളിച്ചോടി പോവാണോ? അങ്ങനെ തനിക്ക് ഒളിക്കാൻ ഈ ഭൂമിയിൽ ഒരു സ്ഥലമുണ്ടോ? എവിടെ പോയാലും എന്റെ ഓർമ്മയിൽ നിന്ന് തനിക്ക് ഓടി ഒളിക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ താൻ പോ. ഞാൻ അവരെയും കൊണ്ടേ വരൂ. ചേച്ചമ്മേ സത്യം വരുമോ അമ്മ? വരും, ഉറപ്പായിട്ടും വരും. ശാരദാമ്മ വിളിച്ചിട്ടുണ്ടല്ലോ. പപ്പയുടെ വിവരം അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം. ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടല്ലോ. എന്തെങ്കിലും കാര്യമില്ലാതെ വിളിക്കില്ല. മോനെ. ആ വിഷ്ണു ശാരദാമ്മ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ? ആ മോനെ വിളിച്ചിരുന്നു. ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. ആ അത് ഫോൺ സൈലന്റ് ആയിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കായിരുന്നു. പപ്പിക്ക് എങ്ങനെയുണ്ട് മോനെ? അത് നേരിട്ട് പറയേണ്ട കാര്യങ്ങളാ. ഞാൻ അങ്ങോട്ട് വരാം. വന്നിട്ട് വിശദമായിട്ട് പറയാൻ കാര്യങ്ങള്. ഞാനത് പറയാൻ വേണ്ടിയിട്ടാ മോനെ ഈ വിളി മുഴുവൻ നിന്നെ വിളിച്ചത്. ഷാലിനിക്ക് ട്രാൻസ്ഫറാ അഹമ്മദാബാദിലേക്ക്. അവള് ചോദിച്ചു വാങ്ങിയ ട്രാൻസ്ഫറാ. അഹമ്മദാബാദിലേക്കോ? ആ ഇനി ഇങ്ങോട്ട് തിരിച്ചില്ലെന്ന രീതിയിൽ അവള് തീരുമാനം എടുത്തിരിക്കുന്നത്. ഞങ്ങള് റെയിൽവേ സ്റ്റേഷനിലാ. ട്രെയിൻ വരാറായിന്ന് തോന്നുന്നു. മോൻ പപ്പിയോട് പറഞ്ഞേക്കണേ. അവളോടും ശ്യാമയോടും യാത്ര പറഞ്ഞിട്ട് പോവാത്തതിൽ സങ്കടമുണ്ട് കേട്ടോ. മോനെ മോനെ പോലും അറിയിക്കരുതെന്നാ ശാലിനി പറഞ്ഞേക്കുന്നത്. ഞാൻ അവളറിയാതെ സംസാരിക്കുന്നത്. ശാരദാമ്മ ഞാൻ അത്രത്തോളം വെറുക്കപ്പെട്ടവനായോ? അല്ല നിങ്ങളിപ്പോ ഏത് സ്റ്റേഷനിലാ? ശരി ഞാനിപ്പോ അങ്ങോട്ട് വരാം. അമ്മേ, അമ്മ ആരോടായി സംസാരിക്കുന്നേ? അത് ഹോട്ടലിൽ നിന്നാ മോളെ. ട്രെയിനിന് സമയമായി, വാ. പപ്പിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ടൂർ അടിച്ചു പൊളിക്കായിരുന്നു. പപ്പിയെ കൂടി വിളിക്കാഞ്ഞത് എന്താ അമ്മേ? മോളെ, പപ്പിയെ സത്യമ്മ വിടില്ല. പിന്നെ അതുമല്ല, നമ്മൾ കുറച്ചധികം ദിവസം കഴിഞ്ഞ് തിരിച്ചു വരൂ. ഏത് സ്ഥലമാണെന്ന് അമ്മ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. മോളെ, അതൊക്കെ അവിടെ ചെല്ലുമ്പോ അറിയാം.
മോളെ വിളിക്കുന്നത്? ആരോടാണെങ്കിലും സംസാരിക്ക്. നമ്മൾ ഇവിടുന്ന് പോവാന്ന് പറയേ. അമ്മ, അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല ഈ വിളിക്കുന്ന ആളോട്. അതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കാത്തത്. വിഷ്ണു ആണോ? വിഷ്ണുവേട്ടനാ? എല്ലാവരെയും സങ്കടപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഒരു യാത്ര വേണോ മോളെ? ഒഴിവാക്കാൻ പറ്റില്ല അമ്മ. ഒരുപാട് ആലോചിച്ച് തീരുമാനിച്ചതാ ഞാൻ ഈ യാത്ര. ഇത് വേണം, ഇല്ലെങ്കിൽ എങ്ങും എത്താതെ പോവും എന്റെ നമ്മുടെ എല്ലാവരുടെയും ജീവിതം. ഇതിൽ രക്ഷപ്പെടുന്ന ആൾക്കാരെ രക്ഷപ്പെടട്ടെ, അല്ലാത്തവരെ നശിക്കട്ടെ. എടി, വിഷ്ണു ഇല്ലേ? മോള് ഫോൺ എടുക്ക്. എന്നിട്ട് മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ച കാര്യം പറയേ. പോവാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആ ശബ്ദം കേട്ട, എടോ എന്നുള്ള ആ വിളി കേട്ട, ഞാൻ പിന്നെ തകർന്നു പോവും. എല്ലാം ഇട്ടെറിഞ്ഞ് അങ്ങോട്ട് തിരിച്ചു പോവും. മോളെ, അതിന് നീ സംസാരിക്കണ്ട. അവന് പറയാനുള്ളത് എന്താന്നൊന്ന് കേട്ടൂടെ? ഫോൺ എടുക്കടി. എടുക്കടി. അവനെ ഇങ്ങനെ സങ്കടപ്പെടുത്തരുത്. ഹലോ ഹലോ, ഷാലി 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 ഷാലി, എന്തെങ്കിലും ഒന്ന് പറ. ഷാലി, തന്നെ എങ്ങോട്ടേ പോകുന്നേ? എന്നിൽ നിന്ന് ഒളിച്ചോടി പോവാണോ? അങ്ങനെ തലിക്ക് ഒളിക്ക ഈ ഭൂമിയിൽ ഒരു സ്ഥലമുണ്ടോ? നോക്ക്, എവിടെ പോയാലും എന്റെ ഓർമ്മയിൽ നിന്ന് തനിക്ക് ഓടി ഒളിക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ തപ്പോ, പറ്റുമെങ്കിൽ തപ്പോ, ഏത് പാതാളത്തിലേക്കാണെങ്കിലും പോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.